ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ ഒരു മിസൈലും ഒരു ഡ്രോണും ഇന്ത്യൻ അതിർത്തിയിൽ ഇന്ത്യക്കാർക്ക് ജീവഹാനി ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരില്ല. അത് തടുക്കുവാനുള്ള ശക്തമായ സംവിധാനം ഇന്ത്യക്കുണ്ട്. ഇപ്പോൾ ശ്രീ എം എസ് വേണുഗോപാൽ ചേരുകയാണ്. ശ്രീ എം എസ് വേണുഗോപാൽ, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെയാണ് പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ ഇന്ത്യയിലേക്ക് പറന്നതും ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനം അത് നിർവീര്യമാക്കിയതും. പാകിസ്ഥാൻ നിർത്തുന്നില്ല എന്ന സൂചന ഇപ്പോൾ വീണ്ടും കിട്ടിത്തുടങ്ങുകയാണല്ലോ. അതെ, പാകിസ്ഥാന് ഇപ്പോൾ നിർത്താൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ അത്രയധികം രൂക്ഷമായിരിക്കുന്നു. പാകിസ്ഥാനിലെ ജനങ്ങൾ ഇളകി മറിയുകയാണ്. താരിഫ് കെ ഇൻസാഫിന്റെ പാർട്ടി, അതായത് ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ പ്രവർത്തകർ ഭയങ്കര ശക്തമായിട്ട് തെരുവിലിറങ്ങി ഇമ്രാനെ മോചിപ്പിക്കണം, ഇമ്രാനായിരിക്കണം അടുത്ത നേതാവ്, അടുത്ത രാഷ്ട്രത്തലവൻ എന്ന രീതിയിലേക്ക് സംസാരം വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ബലൂചിസ്ഥാനിലെ കൊറ്റ അടക്കമുള്ള പ്രദേശങ്ങൾ ലിബറേഷൻ ആർമി പിടിച്ചടക്കിയിരിക്കുന്നു. ബലൂചിസ്ഥാനിൽ സ്ത്രീകളടക്കമുള്ളവർ തെരുവ് ജാഥകൾ, തെരുവ് യോഗങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ബലൂചിസ്ഥാൻ ഏതാണ്ട് കൈവിട്ട പോലെയാണ്. പാകിസ്ഥാനിൻ്റെ കൺട്രോൾ അവിടെ വളരെ ലിമിറ്റഡായി കഴിഞ്ഞിരിക്കുന്നു. പാകിസ്ഥാനിലെ ജനങ്ങൾ മാത്രമല്ല, പാകിസ്ഥാനിലെ ആർമിയിൽ വലിയ ഭിന്നത ഉണ്ടായിരിക്കുന്നു. ഈ അസീം മുനീറിനെ എത്രയും പെട്ടെന്ന് മാറ്റിയിട്ട് മറ്റാരെങ്കിലും അവിടെ സ്ഥാപിക്കണം എന്നുള്ള രീതിയിലേക്ക് അവിടെ നേരത്തെ ഞാൻ പറഞ്ഞു, അവിടെ രണ്ട് വിധത്തിലുള്ള സ്പ്ലിറ്റ് ഉണ്ട്. അതായത് ലോവർ ലെവലിലുള്ള സാധാ പട്ടാളക്കാരും അതുപോലെ മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവലിലുള്ള ഓഫീസർമാരും ശരിക്ക് ഇമ്രാൻഖാൻ്റെ അനുകൂലികളാണ്. ടോപ്പ് ലെവൽ ലീഡർഷിപ്പ് മാത്രമേ ഉള്ളൂ അസീം മുനീറിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അതായത് ഇമ്രാൻഖാൻ ജയിൽ മോചിതനാവും എന്നുള്ള പ്രതീക്ഷയിലാണ് അവിടെ ഒരു വലിയ വിഭാഗം. ജയിൽ മോചിതനാക്കണം എന്നുള്ള ഡിമാൻഡാണ് അവർക്കുള്ളത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പാകിസ്ഥാനിലെ ഒരു MP ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞ വാചകമുണ്ടല്ലോ, അത് PTIയുടെ പാകിസ്ഥാൻ തെഹ്ലിക്ക് ഇൻസാഫ് പാർട്ടിയുടെ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ MP ആണ്. അദ്ദേഹം ചോദിച്ചത് ഷെഹബാസ് ഷെരീഫിന്റെ നിലപാടുകളെ കുറിച്ചാണ്. ഷെഹബാസ് ഷെരീഫ് പേടിത്തൊണ്ടനാണ് എന്നാണ് ആ MP പാകിസ്ഥാൻ അസംബ്ലിയിൽ വിളിച്ചു പറഞ്ഞത്. അത് ലോകം മുഴുവൻ കേട്ടതാണ്. മോദി എന്ന പേര് ഉച്ചരിക്കാൻ പോലും പേടിക്കുകയാണ് ഷെരീഫ് എന്നാണ് PTIയുടെ പാകിസ്ഥാൻ തെഹ്രിക്ക് ഇൻസാഫ് പാർട്ടിയുടെ ഇമ്രാൻഖാന്റെ പാർട്ടിയുടെ MP ഇന്ന് പാർലമെന്റിൽ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. इनका पता नहीं कौन सा कायद, वो इंडिया के इन मामलात के ऊपर एक स्टेटमेंट नहीं आई। जनाब डिप्टी स्पीकर साहब, मुझे टीपू सुल्तान के वो एक कॉल याद आ रहा है कि अगर एक लश्कर जिसका सरदार शेर हो और उसके साथ लश्कर में गीदड़ हो तो वो शेरों की तरह लड़ते हैं। अगर शेरों का लश्कर उसका सरदार गीदड़ हो तो वो नहीं लड़ सकते, वो जंगे हार लेते हैं। इस वक्त बॉर्डर पे खड़ा वो फौजी जो हमसे तवक्को रखता है कि हमारा लीडर, जो कौमी लीडर होता है या जो वजीर आजम होता है, वो आईना होता है, वो फेस होता है, उसकी तवक्को है कि हमारी सियासी क़यादत वो दलेरी के साथ मुकाबला करेगी। जी, वाइंड अप करें, जुम्मे का टाइम है। आखिरी 2 मिनट दे जी। लेकिन जब आपका वजीर आजम, जब आपका लीडर बुज़दिल हो, वो मोदी का नाम ना ले सके, उसको आप क्या पैगाम दे रहे बॉर्डर पे लड़ने वाले जवान को? യെസ്, അതായത് മഞ്ജുഷ, പാകിസ്ഥാനിലെ MP-മാർക്ക് പോലും വിശ്വാസത്തിലെടുക്കാൻ പറ്റുന്നില്ല. അവിടെ അവർ നടത്തി എന്ന് പറയുന്ന ആക്രമണങ്ങൾ എവിടെയാണ് നവാസ് ഷെരീഫ് എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക്, എവിടെയാണ് എന്ന തരത്തിൽ സംശയം ഉന്നയിക്കുന്ന MP-മാരെ കാണാൻ പറ്റുന്നു. തന്നെ പറഞ്ഞ കാര്യം, ഞങ്ങളുടെ പണം വിദേശത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങൾ വിദേശത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ വിദേശത്തേക്ക് മാറ്റുന്നു എന്നൊക്കെയാണ് പാകിസ്ഥാനിൽ സ്ഥിരമായി സംഭവിക്കുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് നേതാക്കന്മാർ കടന്നു കളയുന്നു, അവരുടെ കുടുംബാംഗങ്ങളെ മാറ്റുന്നു, പണം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നു. സൈനിക മേധാവി അടക്കം അവരുടെ കുടുംബാംഗങ്ങളെ വിദേശത്തേക്ക് നേരത്തെ തന്നെ മാറ്റിയിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഓഫീസർമാർ ഇതിനകം വിദേശത്തേക്ക് പറന്നു എന്നാണ്, അതായത് ഹയർ പോസ്റ്റിലിരിക്കും. ഇപ്പോൾ ശ്രീ കേണൽ ഡെന്നി